ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. അവിടെ 300ഓളം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് പല രാജ്യങ്ങളും. അവർ നോമ്പുകാലമായതുകൊണ്ട് അവരവിടെ നിന്ന് നിസ്കരിച്ചു. അതൊരു കലാപമായി മാറി. ഇന്ദ്രലോക് എന്ന് പറഞ്ഞ നോർത്ത് ഡൽഹിയിലെ ഒരു മെട്രോ സ്റ്റേഷന് മുമ്പ് കഴിഞ്ഞ വെള്ളിയാഴ്ച അവര് ഒന്ന് നിസ്കരിച്ചു. ജുമയുടെ സമയത്ത് ഒരു പോലീസുകാരൻ വന്ന് അവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊഴിച്ചെറിഞ്ഞു. യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയെ ഗ്രസിച്ചിരിക്കുന്ന വലിയൊരു അപകടത്തിന്റെ ലാഞ്ചനകളാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ചെറിയ സംഭവങ്ങളിൽ നിന്ന് അനാവരണം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ബിഷപ്പ് കൗൺസിലുകാര് പുറത്തിറക്കിയ ഒരു കണക്കുണ്ട്. ആ കണക്കിന് ശേഷമാണ് ചില പിതാക്കന്മാർ പ്രതികരിച്ചു തുടങ്ങിയത്. ഇടയലേഖനം വന്നത് കഴിഞ്ഞ ഈ വർഷം ആരംഭിച്ച ശേഷം 160 ആക്രമണങ്ങൾ ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെ നടന്നു. ഇവിടെ BJPയുടെ പല സമന്വയ നേതാക്കളും അരമനകൾ കയറി ഇറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഒരു ക്രൈസ്തവ വേട്ടയുടെ ചിത്രമാണ്. ആരെയും ഒഴിവാക്കപ്പെടുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മൾ വിഭാവനം ചെയ്യുന്ന ഇന്ത്യ എന്നുള്ളത് ഇതല്ല നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഏവർക്കും സാഹോദര്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന, കലാപരമായി, സാഹിത്യപരമായി, ശാസ്ത്രപരമായി, പ്രൊഫഷണലായിട്ട് യാതൊരു വിവേചനവുമില്ലാതെ അനുസ്യൂതം മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യ എന്ന് സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്ന ഒരവസരം നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് സ്വാഭാവികമായിട്ട് ഈ 2024 തെരഞ്ഞെടുപ്പ് ചെയ്യുന്നത്. ആ 2024 തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകൾ പോലെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു മഹാപാതകം ജർമ്മനിയുടെ മുകളിൽ ഞങ്ങൾ എടുത്തു വെച്ചത്. പലരും നിസ്സംഗരായിരുന്നു. ആ നിസ്സംഗതയ്ക്ക് ലോകത്തിന് കൊടുക്കേണ്ടി വന്ന വില ചെറുതല്ല എന്ന് നമ്മൾ സൂചിക്കും.